പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നിന്നെ വധിപ്പാനായി വന്ന ജനം നാഥാതേ സ്തുതിയും മാനം സിംഹാസനമണയണമീ പ്രാർത്ഥന മശിഹാസ്തോത്രം. കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. പാറയ്ക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ഉറക്കമില്ലാത്തുണർന്നവനായ എൻ്റെ കർത്താവേ, നിന്നുറച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് പാപത്തിന്റെ മുഴുകൾ ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തണമേ. മരണത്തിന്റെ നാശത്തിന്റെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളെ വൃദ്ധാസ്ഥ ജീവിപ്പിക്കണമേ. പിതാവിനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഇതിനെ സ്തുതിക്കുന്നവരായ സ്വർഗീയ മാലാഖമാരുടെ മഹത്വമുള്ള വർണ്ണങ്ങളോട് ഒരുമിച്ച് എല്ലായ്പ്പോഴും ഇല്ലേക്കും നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ. പാർക്കുമോ രാത്രികാലങ്ങളിൽ കർത്താവിന്റെ ഭവനത്തിൽ നിൽക്കുന്നവരായി കർത്താവിന്റെ സകലദാസന്മാരുമായുള്ളവരെ നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ജീവിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ നാവ് നിന്റെ വചനം ഉച്ചരിക്കും. എന്തെന്നാൽ നിന്റെ കൽപ്പനകളെല്ലാം നീതിയോടുകൂടിയവയാവുന്നു. പഠിപ്പിക്കുമ്പോൾ നിന്റെ സ്തുതികളെ ഉച്ചരിക്കും. എന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ടതിനാൽ എന്റെ കൈ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവ് നിന്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരുന്നു. നിന്റെ വേദപ്രമാണം ഞാൻ ധ്യാനിച്ചു. എന്റെ ആത്മാവ് ജീവിച്ചതിനെ സ്തുതിക്കുകയും നിന്റെ ന്യായവിധി എന്നെ സഹായിക്കുകയും ചെയ്യണമേ. തെറ്റിപ്പോയി എന്റെ വൃത്തിനെ അന്വേഷിക്കണമേ. എന്തെന്നാൽ ഞാൻ എന്റെ കൽപ്പനകളെ മറന്നില്ല. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാലും അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവുന്നു. തന്യാതനയാൽ നമ്മൾ തന്യാതനയുമായി ചോനാം നാഥന നിദ്ര വെടിഞ്ഞിപ്പോൾ സോദരരെ കീർത്തിക്കണം. സ്തോത്രം ദേ സ്തോത്രം ദേ സ്തോത്രം. അനുടയോനെ കൃപ ചെയ്യുക. സ്തുതി
ഗുണാലോചനയിൽ സ്തോത്രം തേ സ്തോത്രം തേ സ്തോത്രം തേ സർവേശ സുബഹലാബുലബുറുവൽ റൂഹു കാദിസു ആട്ടിൻകൂട്ടത്തിനിടയൻ ധന്യൻ ഞങ്ങൾക്കായി ബലിയായോൻ ധന്യൻ ഗ്രീലായ്സോൻ മോറാൻ ശ്രഹമലായൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനിടിയങ്ങൾ യോഗ്യരായി തീരണമേ. രഹസ്യങ്ങളെ അറിയുന്നവനും വിചാരങ്ങളുടെ ന്യായാധിപതിയും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും രഹസ്യകാര്യങ്ങളെ വെളിപ്പെടുത്തുന്നവനും മനസ്സോടെയുള്ളതായ തന്റെ വിശുദ്ധ കഷ്ടാനുഭവത്തിന് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധന്മാരുമായ തന്റെ ശിഷ്യന്മാർക്ക് തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും രക്ഷാകരമായ തന്റെ ക്രൂശാരോഹണത്തെക്കുറിച്ചും വഞ്ചകനായ ശിഷ്യന്റെ വഞ്ചനയെയും നുണയന്റെ വ്യാജത്തെയും കുറിച്ചും അറിയിക്കുകയും തന്റെ ജീവനുള്ളതായ മരണത്തിന്റെ കാലത്തെ അവരോട് അറിയിക്കുകയും മഹത്വമുള്ള പുനരുത്ഥാനത്തിന്റെ സമയവും തന്റെ അത്ഭുതകരമായ വെളിപ്പാടിന്റെ ദിവസവും അതിശയനീയമായ തന്റെ ഉഷസ്സിന്റെ നാഴികയും അവർക്ക് മുൻകൂട്ടി വെളിപ്പെടുത്തുകയും ചെയ്തവനുമായ കർത്താവിന് സ്തുതിയും. തനിക്ക് രാത്രി പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കഷ്ടതയില്ലാത്തവനും മരണമില്ലാത്തവനും കഷ്ടതയില്ലായ്മയും മരണമില്ലായ്മയും പ്രകൃതിയാ നേടിയിരിക്കുന്നവനുമായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിനക്ക് സ്തുതി, നിനക്ക് കീർത്തനം. നിന്റെ സ്നേഹം പോലെ നീ മനുഷ്യനായി തീരുകയും മനസ്സോടെയുള്ള കഷ്ടതകളെ നിന്റെ മേൽ നീ കൈക്കൊള്ളുകയും ചെയ്തു. കുറ്റമില്ലാത്ത നിന്റെ കഷ്ടാനുഭവങ്ങളാൽ മനുഷ്യവർഗത്തിന് കഷ്ടതയില്ലായ്മയെ നീ ക്ഷണിച്ചു വരുത്തുകയും തിരുമേനിയുടെ കഷ്ടാനുഭവങ്ങളാൽ വികടകളെ പീഡിപ്പിക്കുകയും ചെയ്തു. മോശമുഖാന്തരം സൂചിക്കപ്പെട്ടിരുന്നതായ കുഞ്ഞാടിന്റെ ദൃഷ്ടാന്തം നിറവേറി രഹസ്യപൂർണമായ താഴത്തിൽ വെച്ച് ഇതാ ഇപ്പോൾ തന്നെ എല്ലാ സൂചനകളും ഉപമകളും ദൃഷ്ടാന്തങ്ങളും നിറവേറിയിരിക്കുന്നുവെന്ന് നിന്റെ വത്സല ശിഷ്യന്മാരുടെ ശ്രേഷ്ഠ സമൂഹത്തോട് ഇവയെ മുൻകൂട്ടി നീ അറിയിച്ചു. നിങ്ങൾ ഒരുവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് അവരോട് നീ അരുൾ ചെയ്തു. വഞ്ചകനായ ശിഷ്യനും കള്ളശ്ലീഹായമായവന്റെ വഞ്ചനയെ നീ വെളിപ്പെടുത്തി. ന്യായാധിപതിയുടെ ന്യായാധിപതിയും സകലത്തെയും ഭരിക്കുന്ന രാജാതിരാജാവും കർത്താതി കർത്താവും നീ ആയിരിക്കുമ്പോൾ ന്യായാധിപനായ പീലാത്തോസിന്റെ അടുക്കലേക്ക് വെട്ടുവാൻ ആട്ടിൻകുട്ടി എന്ന പോലെ കൊണ്ടുപോകപ്പെടുകയും രോമം വെട്ടുന്നവന്റെ മുമ്പാകെ പെണ്ണാട് പോലെ അനങ്ങാതെ നിൽക്കുകയും ചെയ്തു. മനുഷ്യനെ പോലെ ന്യായസ്ഥലത്ത് നീ നിൽക്കുകയും ഒരു സാധാരണനെ പോലെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തു. ദാസന്മാരിൽ നിന്ന് നീശകെട്ട തടി കൊള്ളുകയും പാപത്തിന്റെ ദാസന്മാരെ സ്വതന്ത്രരാക്കുകയും കുരിശുമരത്തിൽ നീ തൂങ്ങുകയും മേലുള്ള ഉന്നതത്തിലേക്ക് ഞങ്ങളെ നീ ഉയർത്തുകയും ജീവന്റെ കാസ ഞങ്ങളെ കുടിപ്പിക്കാനായിട്ട് കയ്പും കാടിയും നീ കുടിക്കുകയും ചെയ്തു. നിന്റെ കൈകൾ ആണികളാൽ തറയ്ക്കപ്പെടുകയും ഞങ്ങളുടെ കൈകൾ പരിശുദ്ധങ്ങളായി തീരുകയും ചെയ്തു. നിന്റെ വിലാവിൽ നീ ചവളം കൊണ്ട് കുത്തേൽക്കുകയും ക്രൂബയുടെ കുന്തത്തിന് തുരുമ്പ് പിടിപ്പിക്കുകയും ചെയ്തു. നീ കുരിശിൽ മരിക്കുകയും കഠിന മരണത്തെ മരിപ്പിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് സത്യമായിട്ടും നീ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ നിന്നോടുകൂടെ
ലോകം ഞങ്ങൾക്ക് ക്രൂശിക്കപ്പെടുവാനും പഴയ മനുഷ്യന്റെ സകല ഉല്ലാസത്തെയും ഞങ്ങളിൽ നിന്ന് മരിപ്പിപ്പാനും സത്യജീവനാകുന്ന നിങ്ങൾ ജീവിപ്പാനും തക്കവണ്ണം വെടിപ്പോടും വിശുദ്ധിയോടും തകർന്ന ഹൃദയത്തോടും വിനയമുള്ള ആത്മാവോടും കൂടി നിന്റെ കഷ്ടാനുഭവങ്ങളിൽ കഷ്ടത അനുഭവിപ്പാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. വീണ്ടും ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പാപത്തിന് അന്യരും രഹസ്യാത്മകമായ വിരുന്നിനോഹരിക്കാരുമായി നീ ആക്കി തീർക്കണമേ. പഴയതിൽ നിന്ന് പുതിയവനായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. നിന്റെ തേജസ് ഞങ്ങളെ ധരിപ്പിക്കണമേ. നിന്റെ ഉയർപ്പിലേക്ക് സന്തോഷപൂർവ്വം നീ ഞങ്ങളെ ക്ഷണിക്കണമേ. സ്വർഗീയ കൂടാരങ്ങളിൽ നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച പീഡാരഹിതനായ നിന്റെ പിതാവിനും പരിശുദ്ധനും ജീവനുണ്ടാക്കുന്നവനും സാരാംശത്തിൽ നിനക്ക് സമനുമായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്യം ഞങ്ങൾ കീർത്തനം പാടുമാറാകണമേ. ബാറക്കുമോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ലോകങ്ങളിൽ വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. കർത്താവേവം കൽപ്പിച്ചൻ ദർശകവൃന്ദത്തെ കല്ലേറാൽ Subhola bola berovel roho kadiso. സമനസാൽ കഷ്ടതയേൽപ്പാൻ എഴുന്നള്ളി വരികയും പുരുഷന്മേൽ ഉയർത്തപ്പെടുകയും തന്റെ സത്യവാഗ്ദാനത്തിനൊത്തോണം തന്റെ ആരാധനയ്ക്കായ സൃഷ്ടികളെ ആകർഷിക്കുകയും ചെയ്തവനായി വിശ്വാസികളുടെ രക്ഷിതാവും പരിപാലകനുമായുള്ളവേ, രക്ഷാകരമായ നിന്റെ ഇഷ്ടാനുഭവത്തിന്റെ ഈ ദിവസം നിനക്ക് അർപ്പിച്ചിട്ടുള്ള സുഗന്ധധൂപം കൈക്കൊള്ളണമേ. വന്യവും മഹത്തരവുമായ നിന്റെ സ്ലീബായാൽ ഞങ്ങളുടെ സംഘത്തെ അനുഗ്രഹിച്ച് പാലിച്ചു കൊള്ളണമേ. നിന്റെ സ്ലീബായുടെ തിരകിൻ കീഴിൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും വിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനായിട്ട് തന്നെ ഇസ്രായേൽ ദീർഘദർശിമാരെല്ലാവരും തന്നെ കുറിച്ച് പ്രവചിച്ച രഹസ്യത്തെ ഇന്നേ ദിവസം നമ്മുടെ രക്ഷകൻ ശിഷ്യന്മാർക്ക് വിശദമായി വെളിപ്പെടുത്തി. താൻ യെരൂശലേമിൽ മരിക്കുവാനിരിക്കുന്നുവെന്നും അവരുടെ പിതാക്കന്മാരെ കുഞ്ഞാട് മൂലം മരണത്തിൽ നിന്ന് രക്ഷിച്ചവൻ വഞ്ചനയിൽ നിന്ന് തിരുസഭയെ രക്ഷിക്കുവാൻ സ്നേഹപൂർവ്വം താണിറങ്ങി വന്നിരിക്കുന്നുവെന്നും അവരോട് പറഞ്ഞു. പാർക്കുമോ മനുഷ്യരും അനുഭവത്തിനും താഴ്മയ്ക്കുമായി വന്ന ദൈവോത്തരനെ കണ്ടതുകൊണ്ട് ഇന്നേ ദിവസം ദുഃഖം ധരിച്ചു. എന്റെ ഇഷ്ടാനുഭവത്തെ കുറിച്ച് അറിയിക്കപ്പെട്ടതുകൊണ്ട് സങ്കടവും വ്യാകുലവും പൂണ്ടു. എന്റെ മരണത്താൽ എന്റെ മക്കളെയും രക്ഷിച്ചവനായ ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ.
തീയായൊന്നൻ ദീപ്തി നീയാൽ മൂടപ്പെട്ടതു മൂലം മണ്ണോടോ തോർപ്പുല്ലോടോ ആകീൻ കൈ വെപ്പാനാഞ്ഞു തന്റേഷ്ണതേ നാശകരം വിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ ഒരേയോരാഹിമേലൈനു വശീഹാസ്കീപാമൃതി കഷ്ടതകൾക്കായി വന്നോനേ Evangelion Gadishomen Yuhanon Shliho
യേശു തമ്പുരാൻ അരുളി ചെയ്തു, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ട്. അവയും ഞാൻ കൊണ്ടുവരേണ്ടതാകുന്നു. അവയും എൻ്റെ ശബ്ദം കേൾക്കും. എല്ലാം കൂടി ഒരു ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമായി തീരും. വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കുന്നത് കൊണ്ട് എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് എൻ്റെ ജീവൻ എടുത്തു കളയുകയില്ല. മനസ്സോടെ ഞാനത് സമർപ്പിക്കുകയാണ്. എന്തെന്നാൽ അത് സമർപ്പിക്കുവാനും വീണ്ടും പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. എൻ്റെ പിതാവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള കൽപ്പനയാണിത്. ഈ വചനങ്ങൾ നിമിത്തം യഹൂദന്മാരുടെ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും ഇവനിൽ ഭൂതമുണ്ട്, ഇവന് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, നിങ്ങൾ എന്തിനാ ഇവനെ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഈ വചനങ്ങൾ ഒരു പിശാചുബാധത്തിൻ്റെതല്ല, പിശാചിന് കുരുടന്റെ കണ്ണുകൾ തെളിയിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചു. യെരൂശലേമിൽ പ്രതിഷ്ഠാ പെരുന്നാളായിരുന്നു. അപ്പോൾ ശീതകാലവുമായിരുന്നു. ദേവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി യേശു തമ്പുരാൻ നടക്കുമ്പോൾ യഹൂദന്മാർ അവനെ വളഞ്ഞ് ചോദിച്ചു, നീ എത്ര കാലം ഞങ്ങളെ സംശയിപ്പിക്കും? നീ മശിഹായാണെങ്കിൽ സ്പഷ്ടമായി ഞങ്ങളോട് പറയുക. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. എങ്കിലും എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തെന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങൾ എൻ്റെ ആടുകളിൽപ്പെട്ടവരല്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, അവ എൻ്റെ പിന്നാലെ വരികയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകും, അവ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ഒരുവനും എൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുകയുമില്ല. എന്തെന്നാൽ അവയെ എനിക്ക് തന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവനാകുന്നു. എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ അപഹരിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ പിന്നെയും അവനെ എറിയുവാൻ കല്ലുകളെടുത്തു. യേശു തമ്പുരാൻ അവരോട്, എൻ്റെ പിതാവിൽ നിന്നുള്ള അനേകം നല്ല പ്രവൃത്തികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവയിൽ ഏത് പ്രവൃത്തി കാരണമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് എന്ന് ചോദിച്ചു. യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി കാരണമല്ല, നീ ദൈവദൂഷണം പറയുന്നത് കൊണ്ടും നീ മനുഷ്യനായിരിക്കെ സ്വയം ദൈവമാക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവന്മാരാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ? തിരുവെഴുത്തിന് മാറ്റമില്ലല്ലോ. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കെ പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച എന്നോട് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുവോ? ഞാൻ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിലും പിതാവ് എന്നിലും ഞാൻ പിതാവിനുമാണെന്ന് നിങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കേണ്ടതിന് എൻ്റെ പ്രവൃത്തികളിൽ വിശ്വസിക്കുവിൻ. പാറയ്ക്കുമോ ലമോറിയോ സെഗുത്തോ Ram Shri
Abun tu besmayo. ബലികളെ നീക്കിയിടും തിരുബലി ധന്യം താൻ. ഗ്രീലായിസോൻ ഗ്രീലായിസോൻ മോറാൻ ഇസ്രഹമലാൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പറക്കുമോർ ദീർഘദർശിമാർ തന്റെ വരവിനെ മുൻകൂട്ടി സൂചിപ്പിക്കുകയും പുണ്യവാന്മാർ തന്റെ രക്ഷയെ രേഖപ്പെടുത്തുകയും പരിശുദ്ധാന്മാർ തന്റെ മഹിമയെ അറിയിക്കുകയും നീതിമാന്മാർ തന്റെ താഴ്മയെ മുൻകൂട്ടി ധൈര്യപ്പെടുത്തുകയും സത്യവാന്മാർ തന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് വിവരിക്കുകയും അറിയിപ്പുകാർ തന്റെ കുരിശാരോഹണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്തവനായ രക്ഷിതാവിന് സ്തുതി. ഈ രാത്രി നമസ്കാരത്തിന്റെ രണ്ടാം കൗമ പൂർത്തീകരിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾക്കായുസുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആർക്കുമോർ കുൽഹൂനിയമോസോ ദഹായാലൗൽമീൻ. ഞങ്ങളുടെ മർഷിക തമ്പുരാനെ, നിന്റെയും നിർണയിപ്പാൻ വഹിയാത്തവനായ നിന്റെ പിതാവിൻ്റെയും നിന്റെ പരിശുദ്ധ റുഹായുടെയും തിരുവിഷ്ടത്താൽ നിന്റെ ദൈവീക തിരുമേനിയാൽ ഞങ്ങൾക്കൊത്ത ശരീരത്തോട് നീ യോജിക്കുകയും നിന്റെ രക്ഷാകരമായ മരണത്താൽ മനുഷ്യരായ ഞങ്ങളുടെ അപരാധത്തിന് പൂർണ്ണരക്ഷ പ്രദാനം ചെയ്യുകയും നിന്റെ സത്യദൈവത്തിൽ വസിച്ചുകൊണ്ട് പാമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ഞങ്ങളോടുകൂടെ പെരുമാറുകയും ചെയ്ത സർവശക്തനായ സൃഷ്ടാവും നിർമ്മിതാവും എന്ന പോലെ ഞങ്ങളുടെ സ്വഭാവത്തിന് സാന്ദ്രവും സത്യവും സുസ്ഥിരവുമായ ഭവനാവകാശവും നീ നൽകി. നിന്റെ ദൈവീക ഭരണത്തിന്റെ പൂർണ്ണതയാൽ രക്ഷാകരമായ കഷ്ടാനുഭവത്തിലേക്ക് എഴുന്നള്ളി വരികയും ഈ ലോകത്തിനപ്പുറത്തുള്ള പോരാട്ടം നിവർത്തിക്കുകയും നിന്റെ ശ്രേഷ്ഠതയാൽ യഥാർത്ഥമായ വിജയം ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളിൽ ആണ്ടുകിടന്നിരുന്ന മരണകരമായ കനിയെ ചതയ്ക്കുകയും ചെയ്തു. ഞങ്ങളുടെ അധർമ്മങ്ങൾ നിമിത്തം പുരുഷന്മേലുള്ള താഴ്മയും അപമാനവും നിന്നയും കാടിയും മുൾക്കിരീടവും കൈക്കൊള്ളുകയും ചെയ്തു. ഇതുമാത്രമല്ല, കള്ളന്മാരോടുകൂടെ നീ എണ്ണപ്പെടുകയും പരിശുദ്ധ ദീർഘദർശിമാർ നിന്നെക്കുറിച്ച് പ്രസംഗിച്ചുള്ള സകലത്തെയും നിന്റെ ദേഹിയിൽ നിവർത്തിക്കുകയും ചെയ്തു. ഒരാൾ ദുഃഖമെന്നേ നീ സഹിച്ച കഷ്ടാനുഭവങ്ങളാൽ വിസ്മയനീയങ്ങളായ നിന്റെ കഷ്ടാനുഭവത്തിന്റെ ദൃഷ്ടാന്തത്തെ സൂചിപ്പിച്ചു. മറ്റൊരാൾ തന്റെ വാത്സല്യവാചനത്തിന്റെ ബലിപീഠത്തിന്മേലുള്ള ബന്ധനത്താൽ മരത്തിന്മേലുള്ള നിന്റെ താഴ്മയെ അറിയിച്ചു. ഒരാൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനാൽ കാലാവസാനത്തിൽ നിന്റെ തിരുമേനിയുടെ അറുപ്പിനെ രേഖപ്പെടുത്തി. വേറൊരാൾ കുന്തമേന്തി നേടിയ വിജയത്താൽ നിന്റെ ശ്ലീബായുടെ വിജയത്തെ അറിയിച്ചു. ഒരാൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള മനസ്സോടെയുള്ള നിന്റെ കഷ്ടാനുഭവത്തെക്കുറിച്ച് ഞാൻ പീഡയേൽപ്പാനായി ഒരുങ്ങിയിരിക്കുന്നു എന്ന് പ്രവചിച്ചു. വേറൊരാൾ സത്യമായിട്ട് നീ ഞങ്ങളുടെ പീഡകളെ സഹിക്കുമെന്നും ഞങ്ങളുടെ രോഗങ്ങളെ വഹിക്കുമെന്നും പറഞ്ഞു. ഒരുവൻ മശിഹ രാജാവ് കൊല്ലപ്പെടുമെന്നും തൻ്റെ കൊലയാൽ ഊർസ്ലേം നശിച്ചു പോകുമെന്നും ബാബേലിൽ വെച്ച് ഉദ്ഘോഷിച്ചു. വേറൊരാൾ ഞങ്ങളുടെ പാവങ്ങൾ നിമിത്തവും അധർമ്മങ്ങൾ നിമിത്തവും നീ ബലിയായി സമർപ്പിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തി. ഒരാൾ തൻ്റെ വസ്ത്രങ്ങൾ ചുവന്നിരിക്കുന്നതും നിന്റെ ദേഹം രക്തം പുരണ്ടിരിക്കുന്നതും എന്തുകൊണ്ടെന്ന് ചോദിച്ചു. വേറൊരാൾ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്നും ബന്ധിക്കപ്പെട്ടവരെ നിന്റെ നിയമത്തിന്റെ രക്തത്താൽ നീ അഴിച്ചുവിടുമെന്ന് സുവിശേഷിച്ചു. ആകയാൽ കാരുണ്യവാനായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് എന്തെന്നാൽ ഈ സുഗന്ധധൂപത്താലും രക്ഷാകരവും ചൈതന്യപ്രദവുമായ നിന്റെ കഷ്ടാനുഭവങ്ങളാലും സത്യവും വെടിപ്പും ദേഹാത്മശുദ്ധിയും
അനുഗ്രഹങ്ങളും പുണ്യവും പാമോചനവും നീ ഞങ്ങൾക്ക് നൽകണമേ. എന്തെന്നാൽ നീ ഞങ്ങളുടെ രക്ഷകനാകുന്നു. ഞങ്ങൾ നിനക്കും കഷ്ടതയില്ലാത്തവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും പരിശുദ്ധനും ജീവനുണ്ടാക്കുന്നവനും സാരാംശ നിനക്ക് സദൃശനുമായ നിന്റെ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റും. ബാറക്കുമോർ ഹോഷോ വബുകുല സുബാലവുൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഉന്നയിക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറക്കുമോർ ഇന്നേ ദിവസം സിഹിയോൻ പുത്രന്മാരായ ഭൂഷന്മാർ അവരുടെ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവപുത്രനെ കണ്ടു. താൻ പ്രവർത്തിച്ച നന്മകൾക്കെതിരായി സപ്രയന്മാരും പ്രേക്ഷകന്മാരും ഈർഷ്യപൂണ്ട് തന്നെ കൊല്ലുവാൻ രഹസ്യമായി ആലോചിച്ചു. ലോകരക്ഷകനായ ഈശുതമ്പുരാനെ, ഞങ്ങൾക്ക് വേണ്ടിയുണ്ടായ നിന്റെ കഷ്ടാനുഭവം വാഴ്ത്തപ്പെട്ടതാവുന്നു. ബാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വാഗ്ദത്തിൽ നിന്ന് അവർ വീണുപോവുകയും ചെയ്യുമെന്ന് വെളിപാടായി പറഞ്ഞു. എന്തെന്നാൽ തന്റെ വാത്സല്യവാനെ കൊല്ലുവാൻ അവർ ആലോചിച്ചുവല്ലോ. വഴിതെറ്റിൽ നിന്ന് താൻ രക്ഷിച്ച ജാതികൾ ബാറക്കുമോർ തന്റെ തിരുമേനിയാൽ ഉത്തമ മാതൃകയെ ഞങ്ങൾക്ക് നൽകുവാനായി താഴ്മ പൂണ്ട ഉത്തമനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ധൂപം കൈക്കൊള്ളണമേ. ഞങ്ങളുടെ ആത്മാക്കളുടെ രഹസ്യാവയവങ്ങളിൽ നിന്ന് പാപത്തിന്റെ അദൃശ്യമായ മാലിന്യത്തെ കഴുകിക്കളയുവാനും വെടിപ്പുള്ളവരും കുറ്റമില്ലാത്തവരുമായി തീരുവാനും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. നിന്റെ മഹിമയുള്ള ഉയർപ്പിൽ സന്തോഷിപ്പാനും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും നിർമ്മല സ്തുതികൾ പാടുവാൻ ഞങ്ങൾ അർഹരായി തീരണമേ. ഹോശോ വക്കുല സുബാൻ ഇന്നേ ദിവസം പുരോഹിതന്മാരും സപ്രയന്മാരും പ്രീശന്മാരും നമ്മുടെ രക്ഷകനെ നീതിരഹിതമായി കൊല്ലുവാൻ നിരൂപിച്ചു. അവരുടെ രോഗികളെ താൻ സൗഖ്യമാക്കി. അവരോ തന്നെ കൊല്ലുവാൻ രഹസ്യമായി ആലോചിച്ചു. താൻ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവനാകുന്നുവെന്ന് വഞ്ചകന്മാർ ഗ്രഹിച്ചില്ല. മരണമുള്ള നമ്മുടെ വർഗത്തെ പ്രതി കഷ്ടതയ്ക്കും മരണത്തിനുമായി വന്ന തന്റെ താഴ്മയ്ക്ക് സ്തുതി. ബാറക്കുമോ. ബുധനാഴ്ച ദിവസം സത്യാന്വേഷികളായ പുരോഹിതന്മാരും സപ്രയന്മാരും പ്രീശന്മാരുമായ യൂതന്മാർ വീരത്തിന്റെയും ആഴത്തിന്റെയും നാഥനെതിരായി അന്യായം ചെയ്യുവാൻ നിരൂപിച്ചു. മരണശിക്ഷയ്ക്ക് കുറ്റം കൂടാതെ തന്നെ വിധിപ്പാനായി അവർ സന്നദ്ധരായി. മനസ്സോടെ കഷ്ടതകൾ സഹിച്ചവന് തന്റെ താഴ്മയ്ക്ക് സ്തുതി. Brikamor hasok dahwahlo fine Brikamor Kokod Medulosa Margam Bodhipika Tejodadan Bhuvil Vandu Hinal Makal Kangal Puti Aikondora സുവിശേഷത്താൽ ശോഭിതരായി ക്രൂബീൻ മാതൻ ചിറകാം തീരിൽ ആഘോഷിതനെ ദുഷ്ടക്കൂട്ടം കള്ളന്മാരോടൊപ്പം തൂക്കി കൊന്നാർ കഷ്ടം തൻഹാശായ സഭയെ സംരക്ഷിച്ചോധന്യൻ അംഗങ്ങളിലാ ദുഷ്ടാത്മാക്കൾ പ്രഹരീഷയോ ക്ലേശിപ്പിച്ചു കൈകാലുകൾ കുത്തി കീറി മുഖദാരിങ്കൽ തുപ്പൽ വീഴ്ത്തി ശീർഷം താഴ്ത്തി പാർശ്വം ചീന്തി Amodoro Ladino Ama Murloteo Oriora Himerairuadara ഞങ്ങൾ
ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. രക്ഷകനോട് ശബ്ദവിയൂത ദുഷ്ടത പരിഹാരം ചെയ്ത ഔവായുടെ കടമൊഴിവാക്കാം. അവയെല്ലാം ഏറ്റാൻ മനസ്സാ മൺമയനാവാതാമിന്ന നിന്ദയും ആക്ഷേപവും ഏറ്റാൻ ദേവാ. നമ്മുടെ ദൈവത്തിന് സ്തുതി ഞങ്ങളുടെ മേലും തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് പരീശർ പരസ്പരം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ, അതാ ലോകം മുഴുവൻ അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. പെരുന്നാളിൽ സംബന്ധിക്കുവാൻ ആരാധനയിൽ വന്നവരിൽ ഏതാനും യവനന്മാരും ഉണ്ടായിരുന്നു. അവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുത്ത് ചെന്ന് അവനോട്, പ്രഭു, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ ആഗ്രഹമുണ്ട് എന്നറിയിച്ചു. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശു തമ്പുരാനോട് ആ കാര്യം പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെടേണ്ട സമയമായിരിക്കുന്നു. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ലെങ്കിൽ അത് തനിയെയിരിക്കും, അഴുകുന്നെങ്കിലോ വളരെ ഫലം നൽകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നശിപ്പിക്കും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദേഷിക്കുന്നവൻ നിത്യജീവന് വേണ്ടി അത് കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവൻ എൻ്റെ പിന്നാലെ വരട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. എൻ്റെ ശുശ്രൂഷകനെ പിതാവ് ആദരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയുള്ളൂ? എൻ്റെ പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കുകയാണെന്ന്. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ നാഴികയിൽ ഞാൻ വന്നു ചേർന്നിരിക്കുന്നത്. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്നൊരു ശബ്ദമുണ്ടായി. അവിടെ നിന്നിരുന്ന ജനം അത് കേട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ഒരു മാലാഹാവിനോട് സംസാരിച്ചതാണെന്ന് മറ്റു ചിലർ പറഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ അവരോട്, ശബ്ദമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോഴാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധിപതി പുറത്തു തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞു. ഏത് പ്രകാരമുള്ള മരണം തനിക്ക് അനുഭവിക്കേണ്ടിയിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുവാനായിരുന്നു അവനിങ്ങനെ പറഞ്ഞത്. നമ്മുടെ കർത്താവിന് വന്ദനം.
പീഠത്താഴ്ചകളാൽ നാഥാദേ സ്തുതിയും മാനം സ്തോത്രം കർത്താവേ സ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. അതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ജാതികളെ കുരിശാൽ താതനരികെ ചേർത്തോനാമാദ്യൻ തനയൻ സ്തുത്യൻ പ്രിയലായ്സോൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. More glory to the one who grants divine helps to our race and gives heavenly gifts to our community. To that good and just who gave us the new well-hewed out of the lands on Golgotha and by his cross, open the mystical springs from his lordly side. To him befits glory, honor, and worship at this time of the Wednesday midnight prayers of your holy and blessed, life-giving passion, and at all times, seasons, and hours, and for all the days of our life. Baruch Mor, Bakul Hulyo Moso, the Hayang Level Me. Baruch Mor, Christ our God, the Maker and the Creator of all, Savior and Redeemer of all, who by your love for humanity and grace and by abundant compassion and very much beautifully brought us into existence. Because of our transgressions of the commandments and iniquities, we lowered ourselves for the dissolution of our creation. By your abundant mercies, you distributed renewal, much elevated from our oldness. By your immeasurable pity, you devised exalted plans for us. Henceforward, by the images of the seers and the prophets, you spoke to us partially, so that by them you might inform us what is to be revealed in the world at the end by your incarnation. Again, regarding this, Jacob, the head of the patriarchs, prefigured by means of his right life, bearing ways your life-giving mysteries,
when he decided to leave his father's house for the land of Aram, you ineffable came coming down towards us, and the betrothal of the bride of the light, the daughter of the Hermians, was represented. When he arrived at the wells of the mysteries, and with might removed the stone that cannot be moved away from its mouth, in order to give drink to the sheep that were lying down there, you indicated the lifting up of the cover of the law, that your gospel will reveal. By it you removed the heart of the stone from the Gentiles, and gave them a heart of flesh and the prophetic word. By it you confirmed your baptizer that God is able to make children of Abraham from these stones, and his 4 wives, both free and concubines. The ministers of the gospel were indicated first, the apostles by excellence, and the second the evangelists by preaching. By the 12 offsprings, the rational springs, the holy apostles who are from you, the true rock as drink from the new Israel were announced. By the wonderful birth of those flock, which besides the pale rods placed in front of the runnels of water, were bred, he announced the exalted wisdom in the hinderness of the spiritual birth of baptism, which was fulfilled in the cross, that 2 beautiful colors are found in it, blood and water, life and death, divinity and humanity. They are one and the same in both of them, so that those who are born will become spiritual. As they are carnal, they will turn back and become divine by grace, by that which he dared to accomplish cunningly, and without the knowledge and the flock about the branch, he depicted the deceit of the adversary, the ruler of the world, and that which you realized by the prayer to be delivered by death. Our Savior, when you were pleased and was seen on earth in the flesh, you fulfilled literally all these things in your person. Satan had deceived Adam's family with hope of divinity, and instead of it, you deceived him with humanity. Since he deceived them with food, you killed him by your knowledge. By your death, you defeated his wisdom, because you assured them cunningly that they will not die, and with the blow with which he struck them, he attacked him. By the killing which we killed him, he killed him, the hermano of Moses, suspended in the camp of wood, for the healing of those who were severely injured by him. Towards you and to the crucifixion we look at diligently, for you were the serpent that were suspended before those who were tormented. On the cross you did pour over him deadly gall by blood and water which flowed from your side, so that by them cup of life and the mystical springs of baptism were granted to us, in which cross has been erected as rods. By it you rescued flocks stolen by him, which he had snatched iniquitously and presumptuously made by his own. You brought back your captives by force and untied his yoke, and with the water of baptism you purified and cleansed it, examined it and proved it. Amazingly you fashioned it as a new creation. By the second birth it became more fair and excellent. From the former state and from his darkness she was made white. The one who was formerly beautiful, she became the dwelling place of the Holy Spirit, instead of the wind that blows at noon. Therefore we beseech you, Christ our God, to deliver us from the hard temptations of intense fights of the adversary. Remove from our left hand thousands of evil spirits, and 10,000s from our right hand. May they not approach us at all, but may we see the reward of the wicked alone. Grant us, O Lord, by your grace, the way of life worthy of the birth like this, that we may live before you all our days. May we be held worthy of the blessed banquet, promised to those who do your will by your grace and good pleasure, of your blessed Father, and the operation of your Holy Spirit, now and always and forever and ever. Barak morhosho, vakulas ban lavulmi. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും ലോകങ്ങളിൽ വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറഖുമോ ശമവോ നാങ്യം കാട്ടി വ്രതസ്ഥനായ യോഹാനോനെ വിളിച്ചവനോട്
നമ്മുടെ ഇടയിൽ മറിഞ്ഞിരുന്നുകൊണ്ട് നമുക്ക് പ്രതികൂലിയായി തീരുകയും സാത്താനാകുകയും ചെയ്തിരിക്കുന്നവൻ ആരെന്ന് ചോദിച്ചു. ശരണമായ ലോകത്തിലേക്ക് വന്നു, സ്വജനം ശരണത്തെ ഗണിച്ചു. ജാതികളിലേക്ക് അവനെ തള്ളിക്കളഞ്ഞു, ജാതികൾ ഓടിയെത്തി അവർക്കായി വന്ന ശരണത്തെ സ്വീകരിച്ചു. ദൈവമായ കർത്താവേ, ജീവൻ നിറഞ്ഞിരിക്കുന്നതായ നിന്റെ ഉയർപ്പിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരും ഒരുങ്ങിയിരിക്കുന്നവരുമായി തീരുവാനായി ഞങ്ങളെ നീ ഒരുക്കണമേ. ഇവിടെ നിന്റെ കഷ്ടതകളിൽ പങ്കുകൊള്ളുകയും നിന്റെ കുരിശാരോഹണത്തെ പെരുന്നാളായി കൊണ്ടാടുകയും നിന്റെ മുറിവുകളിൽ അഭിമാനിക്കുകയും നിന്റെ അടികളിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ അവിടെ നിന്നിൽ സന്തോഷിച്ച് ആനന്ദിപ്പാനും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. മോറാൻ ശിഷ്യന്മാർ ദൈവപുത്രനോട് പറഞ്ഞതെന്തെന്നാൽ, നീ പറഞ്ഞ ദൃഷ്ടാന്തം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. നിന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാകുന്നു? നിന്റെ ശ്രേഷ്ഠതയ്ക്കെതിരായി പതിയിരിപ്പാൻ തുനിഞ്ഞിരിക്കുന്നവൻ ആരാകുന്നു? പ്രകാശത്തിൽ നിന്നും വേർപിരിഞ്ഞ് അന്ധകാരത്തിലേക്ക് പോകുന്നവൻ ആരാകുന്നു? സാത്താന്റെ സഖിയായി തീർന്നുകൊണ്ട് മഹോന്നതന്റെ പുത്രനായ നിന്നെ ദേഷിക്കുന്നവനും ആരാകുന്നു? കർത്താവ് അപ്പം കൊണ്ട് അടയാളം നൽകി വഞ്ചകനെ പരസ്യമാക്കി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ദിനത്തിൽ കലഹമുണ്ടാകാതിരിപ്പാൻ ഇന്ന് നാം അവരെ പിടിക്കേണ്ട. എല്ലാവരും കഴിവുള്ള പ്രകാരം സ്വയം ഒരുങ്ങി വന്ന വെള്ളിയാഴ്ച 3 മണിക്ക് അവനെ മരത്തിന്മേൽ തൂക്കുവാൻ തയ്യാറാകണമെന്ന് അയ്യാപ്പ പറഞ്ഞ പ്രകാരം വ്യാജേന ഗൂഢാലോചന ചെയ്ത് വഞ്ചന നിരൂപിച്ചു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം തീർന്നോരത്യുന്നതനെ ചതിയറിയാൻ സാധിച്ചില്ല. തന്നെ അന്തന്മാർ കണ്ടില്ല. പോരാട്ടത്തിൽ മുറിവേറ്റാൻ നീ മർത്യർക്കെല്ലാം വിടുതൽ നൽകി. ഇടയൻ വന്ന നാട്ടിൻ കൂട്ടം ശാന്തി സ്ഥലമാർന്നിടുമെന്നേവം ദൃഷ്ടാന്തത്താൽ സംസാരിച്ചു. പിതൃഗേഹത്തെ പ്രാപിച്ചിട വാഗ്ദാനമതും നൽകപ്പെട്ടു. അന്യാഗത്താൽ കുറ്റക്കാരെ രക്ഷിച്ചോനാചാരീശ സ്തോത്രം സ്വാതന്ത്ര്യം പ്രാപിച്ചു. ആട്ടിൻ കൂട്ടത്തിൻ സ്തുത്യൻ പിതൃഹായോടൊപ്പം വിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ മശീഹോ ദേ സലഹാസോ മൗത്തോ ലസ്കി ഭൂസോ
ക്ലേശം പൂണ്ടു സർവം വർണ്ണിച്ചിടാനെന്മേൽ കൃപ ചെയ്യണം. ന്യായാകാരെ വെള്ളിടിയാം മൗനം നിന്നു നിൻ മാഹാത്മ്യം വിവരിച്ചിടാൻ ബലമേകേണം. ദേവാ പായാളിടമാശ്ചര്യം ഭാരം പൂണ്ടും കൗടില്യത്തിൻ വമ്പു തകർന്നു താഴ്ത്തി മൗലി പാതാളത്തിൻ കോട്ടകളെ നിന്നാദം വീഴ്ത്തി ആസോപാനം വഴിയായി വാനോദ്യാനം ചെയ്തു ഞങ്ങൾ തൻ വർഗത്തെ ദുഷ്ടൻ മൃദീവൈന്നും രക്ഷിപ്പാൻ സാമോദം പാടേറ്റോ നീ സ്തുത്യൻ സ്നേഹി നിന്നെ പ്രേഷിപ്പിച്ചോൻ ദാതൻ വന്യൻ എന്നേക്കും പരിശുദ്ധാത്മാവിനാൽ സ്തോത്രം. ദേവാ ബറഖിമോർ ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്നും. ജനക്കൂട്ടം യേശുവിനോട്, മശിഹ എന്നേക്കും ഇരിക്കുമെന്ന് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമെന്ന് നീ പറയുന്നത് എന്ത്? ഈ മനുഷ്യപുത്രൻ ആരാണ് എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, ഇനി കുറച്ചു കാലം പ്രകാശം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. അന്ധകാരം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ വെളിച്ചമുള്ളപ്പോൾ തന്നെ അതിൽ നടന്നുകൊള്ളുവിൻ. ഇരുട്ടിൽ നടക്കുന്നവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല. നിങ്ങൾ പ്രകാശത്തിൻ്റെ സന്താനങ്ങൾ ആകുവാൻ പ്രകാശമുള്ളപ്പോൾ അതിൽ വിശ്വസിക്കുവിൻ. ഇത് പറഞ്ഞതിന് ശേഷം യേശു അവരിൽ നിന്ന് പോയി രഹസ്യമായി പാർത്തു. അവരുടെ മുമ്പിൽ വെച്ച് യേശു ഈ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. കർത്താവേ, ഞങ്ങൾ പറഞ്ഞത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം ഇങ്ങനെ നിവൃത്തിയാകുവാൻ ഇടയായി. ഇക്കാരണത്താൽ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ യെശയ്യാ വീണ്ടും പറഞ്ഞിരിക്കുന്നു, തങ്ങളുടെ കണ്ണുകൊണ്ട് കാണാതെയും ഹൃദയം കൊണ്ട് തിരിച്ചറിയാതെയും മനം തിരിയാത്തതിനാൽ ഞാൻ അവരെ സുഖപ്പെടുത്താതെയും ഇരിക്കുവാൻ അവർ തങ്ങളുടെ കണ്ണുകൾ കുരുടാക്കുകയും ഹൃദയം ഇരുളാക്കുകയും ചെയ്തു. യെശയ്യാ ദൈവമഹിമ കണ്ടപ്പോഴാണ് അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്. പ്രമാണികളിൽ പലരും അവനിൽ വിശ്വസിച്ചു. എന്നാൽ സിനഗോഗുകളിൽ നിന്ന് പരീശന്മാർ തങ്ങളെ പുറത്താക്കുമെന്ന് ഭയന്ന്
അവർ പരസ്യമായി അത് ഏറ്റുപറഞ്ഞില്ല. എന്തെന്നാൽ അവർ ദൈവമഹത്വത്തെക്കാൾ മനുഷ്യസ്തുതിയാണ് ഇഷ്ടപ്പെട്ടത്. അനന്തരം യേശു ഇപ്രകാരം ഉച്ചത്തിൽ പറഞ്ഞു: എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല, എന്നെ അയച്ചവനല്ലത്രേ വിശ്വസിക്കുന്നത്. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. എന്നിൽ വസിക്കുന്ന ആരും ഇരുട്ടിൽ വസിക്കാതിരിക്കുവാനായി ഞാൻ പ്രകാശമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ വചനം കേട്ടിട്ട് അത് അനുഷ്ഠിക്കാത്തവനെ ഞാൻ വിധിക്കുന്നില്ല. ഞാൻ ലോകത്തെ വിധിക്കുവാനല്ല, രക്ഷിക്കുവാനാണ് വന്നത്. എന്നെ നിരസിക്കുകയും എൻ്റെ വചനങ്ങൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ വിധിക്കുവാനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ അവസാന നാളിൽ അവനെ വിധിക്കും. എന്തെന്നാൽ ഞാൻ സ്വമേധ സംസാരിച്ചിട്ടില്ല. എന്നെ അയച്ച പിതാവ് തന്നെ എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു. അവൻ്റെ കൽപ്പന നിത്യജീവനാകുന്നുവെന്ന് ഞാൻ അറിയുന്നു. അതിനാൽ ഞാൻ സംസാരിക്കുന്നതെല്ലാം എൻ്റെ പിതാവ് എന്നോട് കൽപ്പിച്ചത് തന്നെയാണ്. ബാറഖ്മോർ. നമ്മുടെ കർത്താവിന് വന്ദനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് സ്തുതിപ്പീൻ. ആകാശം നിന്നും കർത്താവിനെ സ്തുതിപ്പീൻ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകലദൂതന്മാരുമേ അവനെ സ്തുതിപ്പീൻ. അവന്റെ സകല സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആദിത്യചന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തെന്നാൽ അവൻ പറഞ്ഞുണ്ടായി, കൽപ്പിച്ചു സൃഷ്ടിക്കപ്പെട്ടു, അവനെ നീക്കമായി സ്ഥിരപ്പെടുത്തി. കഴിയുന്നതുമല്ല. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചന പ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സ്ഥലങ്ങളും കലോഷങ്ങളും സ്ഥലകാരികളും ഇഴയന്തുക്കളും പക്ഷികളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഭൂമിയിലും ആകാശത്തിലുമുണ്ട്. സകല നീതിമാന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മഹത്വം ഉയർത്തുന്നു. കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാർ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സഹ്യോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. ചെയ്യട്ടെ. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും. അവർ തങ്ങളുടെ കട്ടിലുകളും മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ടങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. ജനത്തിന് ശ്വാസനയും കൊടുപ്പാനും കൊണ്ട് ബന്ധിപ്പാനും നടത്തുവാനും ഉണ്ടാകുവാനും അവരുടെ കൈകളിൽ എരുമന വാളുണ്ട്. കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ. അവന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിപ്പീൻ. കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ. അവനെ സ്തുതിപ്പീൻ. തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ. മാധുര്യമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ. ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ട ഉണ്മയായതും ആദ്യന്തമില്ലാത്തതുമായ തൃത്വങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ എല്ലാ നേരത്തും സ്തുതിക്കുകയുമാകുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. യേശുവേ
സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാർക്കുമോർസ മനസ്സോടെ അടികൊള്ളുകയും തൻ്റെ ഇടവകയിലെ ആടുകൾ ചിതറിപ്പോവുകയും ചെയ്ത നല്ല ഇടയവനും ആകൽ കർസായുടെ ആധിപത്യത്തിൽ നിന്നും ഞങ്ങളെ അഴിച്ചുവിടുവാനായിട്ട് തനിക്ക് ഇഷ്ടമായതിനാൽ പിടിക്കപ്പെട്ടവനായ സകലത്തെയും പിടിച്ചിരിക്കുന്നവനും പാപശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി അശുദ്ധന്മാരിൽ നിന്ന് ഏറ്റ പരിശുദ്ധനായ കർത്താവിന് സ്തുതി. തനിക്ക് രാത്രി നമസ്കാരത്തിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ ബുക്കുൽ ഹൂൻ യൗമോ സോദഹായ വചനമായ ദൈവമേ, നിന്റെ രക്ഷാകരമായ ഭരണത്തെ വർണ്ണിപ്പാൻ കഴിയുന്നവനാരാകുന്നു. നിന്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ ആഴത്തെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ആരും മതിയാകും. ഭയങ്കരന്മാരായ ക്രൂപേന്മാർ പോലും നിന്റെ സങ്കീർണത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുവാൻ ചുളുങ്ങുന്നു. ശ്രോപേന്മാരുടെ ചിറകുകൾ കൊണ്ട് തങ്ങളുടെ മുഖങ്ങളെയും കാലുകളെയും മൂടി നിന്റെ തിരുമേനിക്ക് കാദിശ് പാടുന്നു. മനസ്സോടെ ഉള്ളവയും കുറ്റരഹിതങ്ങളും രക്ഷാകരവുമായ കർഷതകളും അവമാനവും ഉപഹാസവും അതിശയവും ക്രൂരന്മാരും അഹങ്കാരികളുമായ യൂതജനത്തിൽ നിന്ന് നീ സഹിച്ചു. എന്തെന്നാൽ നീ സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമായിരിക്കുമ്പോൾ അത്താഴത്തിൽ ദാസനെ പോലെ ശുശ്രൂഷിച്ച് പിശാചുക്കളുടെ നികളത്തെ നീ നശിപ്പിച്ചു. മുട്ടുകുത്തി നിന്റെ പിതാവിൻ്റെ മുമ്പാകെ നീ അപേക്ഷ അണയ്ക്കുകയും അധപതനത്തിൽ നിന്നും വിഗ്രഹാരാധനയിൽ നിന്നും ഞങ്ങളെ നീ ഉദ്ധരിക്കുകയും ചെയ്തു. നിന്റെ പിതാവിനോട് കൂടെ നീ അടുപ്പാൻ വയ്യാത്തവണ്ണം അത്യുഗ്രഹമായിരിക്കുമ്പോൾ പാപത്തിന് വിൽക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും നിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി യൂദായ നീ പണത്തിന് വിൽക്കപ്പെട്ടു. മേലുള്ള സൈന്യങ്ങൾക്ക് നീ അദൃശ്യനായിരിക്കുമ്പോൾ അവനാൽ ചുംബനം കൊണ്ട് നീ കാണിച്ചു കൊടുക്കപ്പെട്ടു. ഗതിവേഗം കൊണ്ട് മിന്നലുകൾ പോലും നിന്നെ പിന്തുടരുവാൻ കഴിയാതെ ബോധജ്ഞാനങ്ങൾ കൊണ്ട് പരിശോധിപ്പാൻ വൈകാതെ ഇരിക്കുമ്പോൾ അശുദ്ധരായ യൂത സംഘങ്ങളാൽ നീ പിടിക്കപ്പെട്ടു. അപ്പോൾ സ്നേഹിതന്മാരും സഖാക്കളും വീട്ടുകാരുമായ നിന്റെ ശിഷ്യന്മാർ നിന്നെ ഉപേക്ഷിച്ചോടിക്കളഞ്ഞു. നിന്റെ അയൽക്കാർ ദൂരെ മാറി നിന്നു. അധർമ്മികൾ നിന്നെ തടവിലാക്കുന്നതിനായി ന്യായസ്ഥലത്തേക്ക് കൊണ്ടുപോയി. നിന്നെ തടവിലാക്കിയതിനാൽ ആത്മാക്കളുടെ ദുഃഖകരമായ തടവുമുറിയാകുന്ന പാതാളത്തിൽ നിന്നും ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ന്യായവിധിയാൽ കുറ്റക്കാരായി തീർന്ന ആദാമിനെ സ്വാതന്ത്രനാക്കുവാൻ വേണ്ടി പീലാത്തോസിൽ നിന്ന് നീ മനസ്സോടെ ശിക്ഷാവിധിയേറ്റു. നീ ദാസരിൽ നിന്ന് ചെകിട്ടത്ത് അടി ഏൽക്കുകയും ദാസ്യത്തിൽ നിന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്തു. തിരുമുഖത്ത് തുപ്പലേറ്റ് ലജ്ജയിൽ നിന്ന് ഭാവി ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ വീണ്ടെടുത്തു. അവർ നിന്നെ ചുവന്ന കുപ്പായം ധരിപ്പിക്കുകയും കൽപ്പന ലംഘനത്താൽ ഞങ്ങളെ അടിച്ചുകളഞ്ഞ മഹത്വ അങ്കി വീണ്ടും ഞങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. തൂണിന്മേൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പാപബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങളെ അഴിച്ചുവിട്ടു. അവർ നിന്റെ ശിരസിൽ മുൾക്കിരീടമണിയിച്ചു. നീയോ ഭൂമിയിൽ നിന്ന് മുള്ളുകളും കാരമുള്ളുകളും സമൂലം പറിച്ചു കളഞ്ഞു. നീ നിന്ദിക്കപ്പെട്ട് ഞങ്ങളെ ശ്രേഷ്ഠപ്പെടുത്തി. നീ പീഡയേറ്റ് ഞങ്ങളെ രക്ഷിക്കുകയും മരണമടഞ്ഞ് ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് വിസ്മയപൂർണമായ നിന്റെ താഴ്മയിൽ ഞങ്ങൾ അത്ഭുതപ്പെട്ട് ഭക്തിയോടും സ്തോത്രത്തോടും പറയുന്നു. ഞങ്ങളുടെ പീഡകളെ നശിപ്പിച്ച രക്ഷാകരമായ കഷ്ടാനുഭവങ്ങൾ വിസ്മീനീയങ്ങളത്രയും. ഞങ്ങളുടെ വ്രണങ്ങൾ അഭയാൽ ഉണങ്ങിയതായ ചെറു രക്തത്തുള്ളികൾ വിസ്മീനങ്ങളാകുന്നു. ഞങ്ങൾ നിന്റെ കഷ്ടാനുഭവങ്ങളെ ഏറ്റുപറയുകയും കുരിശിനെ വന്ദിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ താഴ്മയെ വർണ്ണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ മരണത്തിൽ ഞങ്ങൾ പ്രശംസിക്കുകയും ഞങ്ങളെ അധപതനത്തിൽ നിന്നും ഉയർത്തിയ നിന്റെ പുനരുദ്ധാനത്തിൽ ഞങ്ങൾ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ നിന്റെ സ്ലീബായാൽ ആകൽ കറസായുടെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷിതമായ നിന്റെ സഭയെ കാത്തുകൊള്ളണമേ. അവർ നിന്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടനുഭവിക്കുകയും നിന്റെ താഴ്മയിൽ സാമ്യപ്പെടുകയും ചെയ്യുമാറാകണമേ. അവൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് നിന്റെ മുറിവുകളെ തലോടുകയും നിന്റെ പുനരുദ്ധാനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകണമേ. നീ മോഹത്തോടെ ഉദിക്കുന്ന ദിവസം മുഖപ്രസാദത്തോടെ നിന്നെ എതിരേൽപ്പാൻ അവൾ പുറപ്പെടുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി കരയേറ്റുകയും ചെയ്യുമാറാകണമേ.
ഹോശോ വബ്കുല സുബാൻ ലവൽ മീൻ ബാറക്മോ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ കഷ്ടാനുഭവത്തിനായി ഒരുങ്ങുന്നു. മൺമേനായ ആദാമിന്റെ മക്കളുടെ ഹൃദയം ചഞ്ചലപ്പെടേണ്ട. എന്റെ കഷ്ടതയാൽ അവരുടെ ആത്മാക്കളെ പൊടിമണ്ണിൽ നിന്നും ഞാൻ വീണ്ടെടുക്കും. ബാറക്കുമോ. സുബ്ഹാന ബോലുബ്രോവൽ റൂഹു കാദീശോ. ബറഖ്മോർ തന്റെ ബലിയാൽ ശരബലികളെയും വിഗ്രഹാരാധനയിലെ പാനീയനിവേദ്യങ്ങളെയും ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുകയും തന്റെ കഷ്ടാനുഭവത്താൽ മനുഷ്യവർഗത്തിൽ നിന്ന് കഷ്ടതകളെ നശിപ്പിക്കുകയും തന്റെ കുരിശിനാൽ ഞങ്ങളുടെ പിതാവായ ആദാമിനെ പ്രതീസാൽ വെച്ച് കൊന്നവനെ കൊല്ലുകയും തന്റെ ഉയർപ്പ് മൂലം പാപവീഴ്ചയിൽ നിന്ന് ഞങ്ങൾ എഴുന്നേൽപ്പിക്കുകയും ചെയ്ത പുഷ്ടിയുള്ള കാളക്കുട്ടിയായുള്ളവേ, നിന്റെ തിരുമേനിക്ക് നിസ്സാരന്മാരായ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധധൂപം കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് എന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ളവേ, ശത്രുതയും വഴക്കും തർക്കവും ഞങ്ങൾ നിന്ന് വായിച്ചു കളഞ്ഞ് ഭിന്നിച്ചു പോകാത്ത സമാധാനമാകുന്ന നിന്റെ നിർഭം പ്രസാദവും ഞങ്ങളുടെ മേൽ സദാ നീ വസിപ്പിക്കണമേ. ഹോശോ വബ്കുല സുബാൻ ലവൽ മീൻ. എന്റെ സഹോദരന്മാരെ വരുവിൻ. സെഹിയോൻ പുത്രി പ്രവർത്തിച്ച സംഭ്രമജനകമായ കാര്യവും അബ്രഹാമിന്റെ മക്കൾ ചെയ്ത ദുഷ്ടതയും ഇസഹാക്കിന്റെ മക്കൾ ചെയ്ത അധർമ്മവും ഞാൻ പ്രസ്താവിക്കാം. അവർ അവരുടെ നാഥനെതിരായി മത്സരിച്ചു അവരെ ശാസിക്കുകയും അവരുടെ വഞ്ചന വെളിപ്പെടുത്തുകയും ചെയ്തതിനാൽ അവർ തനിക്ക് സ്കീപ്പാമ്പരം ഒരുക്കി. ബാറക്കുമോ. സുബ്ഹാന ബോലുബ്രോവൽ റൂഹു കാദീശോ. അസൂയയാൽ അന്ധത പിടിച്ച ജനം ചെന്നായെ പോലെ കുഞ്ഞാടിന്മേൽ ചാടി വീണു. എന്ന മഹാകരുണയാ അവരുടെ രോഗികളെ സൗഖ്യമാക്കിയതിനു പകരം അവർ തന്നെ നിന്ദിക്കുകയും നിരസിക്കുകയും അവർക്ക് നന്മ പ്രവർത്തിച്ച നാഥനെ പരിഹസിക്കുകയും ചെയ്തു. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ ദൈവം മർത്യർക്കപ്രാപ്യൻ താൻ, അതിനാൽ നരരക്ഷയ്ക്കായി ദൈവം ഭൂലോകത്തെ സന്ദർശിച്ചു. സൗഖ്യം രോഗാർത്ഥന്മാർക്കേകി അവനെ ജനമോ കൊല ചെയ്തല്ലോ. തന്റെ പീഠവാർത്ത കാലം തോറും നിബിമാർച്ചുന്നു. പൂണ്ടാനന്ത്യം താൻ വാക്യത്വം ദർശകവാക്യം സകലം ഭംഗ്യ പ്രകൃതത്തിൽ ക്ലേശം തീണ്ടാത്തോ ക്ലേശം കൈക്കൊണ്ടിടാൻ വന്ന ശ്രേഷ്ഠൻ തൻ പുത്രൻ നാഥാദി ദീർഘായ സ്തോത്രം ചൊന്നിടുന്നു. ഘോഷിക്കുന്നു സതതം സ്തോത്രം. നിൻവിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ മസീഹാസ്കീപ്പാമൃതി കഷ്ടതകൾക്കായി വന്നോനേ. രക്ഷിച്ചോ
മോശേ ദേവാ ദയുണ്ടാകേണം നാഥാ ഉപരോധേണമൻപാൻ ആവനം ദുഷ്ടതയുള്ളോർ പാനീയം കൈപ്പാക്കി വാളിന്നേറ്റി മൂർച്ച തറച്ചാൽ വൻകൂരാണി ഏബ്രായാത്മജ നൽകിയ ഭോജ്യം ദർശിച്ചാലും ആശീമോ ചെയ്തതിന് സമമോ നോക്കൂ ദേവാ ദയുണ്ടാകേണം നാഥാ ഉപരോധേണമൻപാൻ ൂഷാകേണമുന്തിരികതൈ വേദകാരം കയ്യാപ്പാവും ഭന്നർദാനും പിഴുതൻ ദേവം വഞ്ചിക്കുന്നോർ മുള്ളു വിതച്ചാരം തോട്ടത്തിൽ കൈപ്പേറിയിടും വന്യഫലം താനെന്നുണ്ടായി ദേവാ ദയുണ്ടാകേണം നാഥാ ഉപരോധേണമൻപാൻ ആബ്രഹാമിൻ മുന്തിരിവള്ളിക്കെന്തോരു മാറ്റം ഈസാക്കിനുടെ മുന്തിരിയിൽ സ്വാദില്ലാതായി അധ്വാനിച്ചോൻ യാക്കോബേ നീ ഉണരുന്നില്ലേ കൈയേറിയിടും ഹീനന്മാരത്തോട്ടം സൂര്യൻ ദേവാ ദയുണ്ടാകേണം നാഥാ ഉപരോധേണമൻപാൻ ആദാഭൂമാനം നിൻകിടയിൽ ക്ലേശിച്ചു ആനോർമാനോ നിൻ താഴ്മയിലതി വിസ്മയമാർന്നു ദേവാ ദയുണ്ടാകേണം നാഥാ ഉപരോധേണമൻപാൻ പിന്നെ നിങ്ങൾ സ്വർഗീയമലാഹമാ സ്തുതിക്കുന്നത് പോലെ ബലഹീന മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. മനുഷ്യമക്കൾക്ക് തന്നെ സ്വർണ്ണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. നിങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദേവോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാ കാലത്തും നിങ്ങൾ ജീവനോട്ടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. സ്തുതി നിനക്ക് യോഗ്യമാവുന്നു, മഹത്വം നിനക്ക് യുക്തമാവുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകജാതനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും പുകഴ്ചയാവുന്നു. മോറാനീശുമിശിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. നിന്നെ വധിപ്പാനായി വന്ന ജനം
സ്തുതിയും മാനം സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണമേ സ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവന് സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിത്തിറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടിനെയും വരുവാതിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിനും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനും പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയ ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ബാറക്കുമോസ് തോമൻ കാലോസ് മോറാനിസ് റഹമലായി